Hi everyone, design of Sardar type fault type part 2 video ആണിത്. So far we have discussed what is a Sardar type fault. അതിൻ്റെ അകത്ത് നമ്മൾ calculation of H and D. H എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി, D എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി, and H is taken as 0.88 and D is obtained as 2.42. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ഓഫ് ക്രസ്റ്റ് ചെയ്തു. ഡിസൈൻ ഓഫ് ക്രസ്റ്റിൽ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിച്ച് വെലോസിറ്റി ഹെഡ് കണ്ടുപിടിച്ചു. വെലോസിറ്റി ഓഫ് അപ്രോച്ച് 0.84 ആയിരുന്നു, വെലോസിറ്റി ഹെഡ് 0.036 ആയിരുന്നു. ദെൻ ബൈ അപ്ലൈയിങ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്പെസിഫിക് എനർജി കണ്ടുപിടിച്ചു. അപ്പോൾ സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അപ്സ്ട്രീം ടോട്ടൽ എനർജി ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ ക്രസ്റ്റ് ലെവൽ y+v²/2g എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ക്രസ്റ്റ് ലെവൽ ഈ ലെവല്, അതായത് z+y എന്നുള്ള ഈ ലെവൽ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? z എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ സ്പെസിഫിക് എനർജി y+v²/2g, അതായത് ടോട്ടൽ എനർജി ലെവലിൽ നിന്ന് -z ഈസ് ഈക്വൽ ടു y+v²/2g എന്നും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് കാണുക, അതിനുശേഷം മാത്രം ഇതിലേക്ക് വരിക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഫിഗറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ അപ്സ്ട്രീം ബെഡിൽ നിന്ന് വെള്ളം ഈ ഒരു ഡെപ്തിൽ, അതായത് h=0.94 ഡെപ്ത് വരെ ഇവിടെ സ്റ്റോർ ചെയ്ത് അതിന് എബവ് ആയിട്ടുള്ള ഒരു വാട്ടർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഫ്രീ ഫോൾ ആയിട്ട് താഴേക്ക് വരുന്നത്. അപ്പൊ ഫ്രീ ഫോൾ ആയിട്ട് വരുന്നത് എത്ര ഹൈറ്റിലേക്കാണ്? 2.42 ഹൈറ്റിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ആ 2.42 ഹൈറ്റ് ഞാൻ ഇവിടം വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ആഫ്റ്റർ ദാറ്റ് ഓൾസോ ഒരു പോർഷൻ, ഒരു some elemental portion is left out. അത് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. Let this elemental depth be x. അപ്പോൾ ഒരു x ഡിസ്റ്റൻസും കൂടി അധികം വന്ന് വീണതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു x പോർഷൻ നമ്മൾ എക്സ്ട്രാ ഒരു കുഷ്യൻ എഫക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സിസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സിസ്റ്റേൺ ഡിസൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് ഡ്രോപ്പ് ലെങ്ത്? എക്സ് ലെങ്ത് എത്രയാണ്? അതേപോലെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സിസ്റ്റേൺ? ഈ ഒരു ലെങ്ത് എത്രയാണ്? ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് 3യിലായിട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് 3യിൽ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഡെപ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് x=1/4 EHL whole power 2/3. അപ്പം നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. x=1/4. What is specific energy? Specific energy നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. Specific energy is equal to 0.91. അപ്പോൾ അത് കണ്ടുപിടിച്ച വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0.196 ആയിരുന്നു. സോ 0.19 ഇൻറ്റു ഹെഡ് ലോസ് എത്രയായിരുന്നു? ഹെഡ് ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹെഡ് ലോസ് ഈക്വൽ ടു അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ, അതായത് ഇപ്പം നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് എത്തി. ഓക്കെ, സോ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ. ഓക്കെ, സോ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ നിന്ന് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവലിലേക്ക് നമുക്ക് മൈനസ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലും ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവലും എത്രയാണ് തന്നിട്ടുള്ളത് നോക്കാം. സോ given value in question is upstream full level is 118.3 and downstream full supply level is 116.8. അപ്പോൾ അത് ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ HL equal to 118.3 minus 116.8. So this will be giving you answer of 1.5. അങ്ങനെയാണ് നമ്മൾ HL കണ്ടുപിടിക്കുന്നത്. അത് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So this will be equal to into 1.5 whole power 2/3. So you will get an answer of 0.31 meter. അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എത്ര കിട്ടി? 0.31 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത് ഓഫ് സിസ്റ്റേൺ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് സിസ്റ്റേൺ കണ്ടുപിടിക്കാനും ഡയറക്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ലെങ്ത് ഓഫ് സിസ്റ്റേൺ ഇസ് ഈക്വൽ ടു LC equal to 5 into E into HL whole power 1/2. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ LC equal to 5 into E again, what is E? E is equal to 0.19
6. Okay, 0.19 എടുക്കുക അല്ലെങ്കിൽ 0.196 എടുക്കുക. ഓക്കെ, ഇൻറ്റു വാട്ട് ഈസ് HL? HL നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1.5 whole power 1/2 അല്ലെങ്കിൽ square root of 0.91 into 1.5. So you will get this answer as 5.86 meter. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടി. എത്രയാണ് നമുക്ക് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എടുക്കേണ്ടതെന്ന് കിട്ടി, 0.31 മീറ്റർ എടുക്കണം എന്ന് കിട്ടി. അതേപോലെ ലെങ്ത് ഓഫ് സിസ്റ്റേൺ എത്ര എടുക്കണം എന്ന് കിട്ടി, ദാറ്റ് ഈസ് 5.86 meter. So you can keep it like approximately equal to 6 meter. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 6 മീറ്റർ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് ഓഫ് സിസ്റ്റേൺ ആണ്. അതായത് ആ സിസ്റ്റേൺ ഏത് ലെവലിലാണ് നമുക്ക് ബിൽട്ടപ്പ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ബിൽട്ടപ്പ് എ 6 മീറ്റർ ലെങ്ത് സിസ്റ്റേൺ. ഓക്കെ, അപ്പോൾ 6 മീറ്റർ ലെങ്ത് ഉള്ള സിസ്റ്റേൺ ബിൽട്ടപ്പ് ചെയ്യണം. ഇതിന്റെ റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ബെഡ്, ഡൗൺ സ്ട്രീം ബെഡ് അറിയാം. റെഡ്യൂസ് ലെവൽ ഓഫ് ഡൗൺ സ്ട്രീം ബെഡ് അറിയാം, തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 115 തന്നിട്ടുണ്ട്. എത്രയാണ് ഡെപ്ത് ഓഫ് സിസ്റ്റേൺ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? -x. സോ we can directly find it out as 115 minus 0.31. അതായത് നമുക്ക് ഡൗൺ സ്ട്രീം ബെഡിന്റെ ലെവൽ, ഈ ഡൗൺ സ്ട്രീം ബെഡിന്റെ ലെവൽ 115 ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യണം, 0.31x എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 115 നിന്ന് 0.31, 115 നിന്ന് 0.31 മൈനസ് ചെയ്താൽ അതായിരിക്കും ഇവിടെയുള്ള റെഡ്യൂസ് ലെവൽ. സോ അത് നമുക്ക് ചെയ്ത് നോക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? ദാറ്റ് വിൽ ബി ഗിവിംഗ് യു ആൻ ആൻസർ ഓഫ് 114.69 മീറ്റർ. 114.69 മീറ്റർ. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ലെവൽ ഓഫ് സിസ്റ്റേൺ കീപ്പ് ചെയ്യുക. Now step 4 is, അതായത് സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് എച്ച് ആൻഡ് ഡി കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 2 ഡിസൈൻ ഓഫ് ക്രസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 നമ്മൾ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ ചെയ്തു. ഇനി സ്റ്റെപ്പ് 4 ചെയ്യാൻ ഡെപ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ആണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇംപെർവിയസ് ഫ്ലോർ എത്രമാത്രം ഡെപ്തിലായിരിക്കണം ഉണ്ടാകുന്നത്. കാരണം ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് സീപ്പേജ് ലോസ് കുറയ്ക്കണം, അതേസമയം ഒരു ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല. സോ ദിസ് ഷുഡ് സാറ്റിസ്ഫൈ ബ്ലൈസ് ക്രീപ്പ് തിയറി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളൊരു ഇംപെർവിയസ് ഫ്ലോറിന്റെ ഡെപ്ത് ഡിസൈൻ ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എടുക്കാനുള്ളത് സീപ്പേജ് ഹെഡ് ആണ്. എത്രയാണ് നമ്മുടെ സീപ്പേജ് ഹെഡ് എന്ന് നമുക്ക് നോക്കണം. സോ സീപ്പേജ് ഹെഡ് ഈസ് ഈക്വൽ ടു, what is seepage head? This will be directly equal to D. Okay, D value എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡ്രോപ്പ് വാല്യൂ എത്രയാണെന്ന് അറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.42. ഇത്രയാണ് നമ്മുടെ സീപ്പേജ് വാല്യൂ ഉണ്ടാവുക. ഓക്കെ, സോ given that in question itself Bligh's coefficient value C is equal to 8. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് സീപ്പേജ് ഹെഡും അറിയാം, കോഎഫിഷ്യന്റും അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർഡ് ലെങ്ത് ഓഫ് ക്രീപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ റിക്വയർഡ് ലെങ്ത് ഓഫ് ക്രീപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിക്വയർഡ് ലെങ്ത് ഓഫ് ക്രീപ്പ് നമ്മൾ ബ്ലൈസ് ക്രീപ്പ് തിയറി പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. L equal to CH. അപ്പോൾ സെയിം ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുക, L equal to CH. So this is equal to 8 into 2.42. So this will give you an answer of value of length of 19.36 meter. അപ്പോൾ റിക്വയർഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എത്രയാണ്, നമ്മുടെ ഇംപെർവിയസ് ഫ്ലോറിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 19.36 ആണ്. Now before going in detail of what this 19.36 is, let us provide an upstream cutoff and downstream cutoff. നമുക്കറിയാം ഏതൊരു വയർ സ്ട്രക്ചറിനാണെങ്കിലും സ്ട്രക്ചറിന് in order to avoid seepage we should give a cut off in the upstream side, similarly at the downstream side. ഏതിനായിരിക്കും കൂടുതൽ ഡെപ്ത് ഉണ്ടാവുക? obviously the downstream side will be having a more depth. okay, അപ്പോൾ അത് നമ്മൾ ആദ്യം ആ രണ്ടും നമുക്ക് upstream സൈഡും downstream സൈഡിലുള്ള ഡെപ്ത് ഓഫ് കട്ട് ഓഫ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അസ്യൂം ചെയ്യുക എത്രയാണ് എടുക്കുന്നതെന്ന്. സോ ലെറ്റ് D1 be 1 meter. Similarly downstream cut off കുറച്ച് അധികമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1.5 meter എടുക്കും. okay, so upstream cut off D1 is equal to 1 meter and downstream cut off D2 equal to 1.5 meter.
ശരിക്കും നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അപ്സ്ട്രീമിൽ നമ്മുടെ ഡെപ്ത് ഓഫ് സ്റ്റോറേജ് എത്രയാണ് ഫുൾ സപ്ലൈ ലെവൽ 1.8 ആണ് അല്ലേ. അപ്പൊ 1.8ന്റെ 1/3 അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 1/3 ഓഫ് അപ്സ്ട്രീം ഡെപ്ത് ആയിരിക്കണം ഉണ്ടാവുന്നത്. അപ്പൊ 1.8ന്റെ 1/3 എന്ന് പറയുമ്പോൾ 0.6 മീറ്റർ ആണ്. നമ്മൾ എന്തായാലും അതിനെക്കാട്ടും കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓക്കെ, വാട്ട് എവർ അസംഷൻ വി ഹാവ് മെയ്ഡ് ഇറ്റ് ഈസ് ഓക്കെ. സിമിലർലി ഫോർ ദ ഡൗൺ സ്ട്രീം സൈഡ് നമ്മൾ എടുക്കുമ്പോൾ ഡൗൺ സ്ട്രീം സൈഡിലെ ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണ് 1. അഗെയിൻ ദർ ആൾസോ dt is 1.8. അപ്പോൾ ആ 1.8ന്റെ ഹാഫ് അറ്റ്ലീസ്റ്റ് 1/2 ആയിരിക്കണം അത്. സോ ഇഫ് ഐ കാൽക്കുലേറ്റ് ദിസ് വിൽ ബി ഈക്വൽ ടു 0.9. അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്യണം, അതിനെക്കാട്ടി കൂടുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ വാട്ട് എവർ അസംഷൻസ് വി ഹാവ് മെയ്ഡ് ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്സ്ട്രീം കട്ട് ഓഫ് നമ്മൾ ഇത്ര എടുക്കുന്നു എന്ന് തീരുമാനിച്ചു, ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഇത്രയാണ് നമ്മൾ എടുക്കുന്നതെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനി അത് വെച്ചിട്ടുള്ള ക്രീപ്പ് ലെങ്ത് എത്രയാണ്, അതായത് ഇത് രണ്ടും നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന ക്രീപ്പ് ലെങ്ത് ആണ് അല്ലെ, D1 ആൻഡ് D2. ഒരു വെയർ ഫ്ലോറിന്റെ അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കൊടുത്തിരിക്കുന്ന രണ്ട് കട്ട് ഓഫ് ആണ്. അപ്പോൾ ആ വെർട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ലെങ്ത് ഓഫ് ക്രീപ്പ് ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വെർട്ടിക്കൽ ലെങ്ത് ഓഫ് ക്രീപ്പ് ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ക്രീപ്പ് എങ്ങനെയാ വരിക എന്നറിയാം അല്ലെ, ഒരു സ്ട്രക്ചറിന്റെ അടിയിൽ കൂടെ എങ്ങനെയാ ക്രീപ്പ് വരിക. അപ്പോൾ സോ ദിസ് വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്, റൈറ്റ്. അപ്പോൾ ആ വെർട്ടിക്കൽ കട്ട് ഓഫിന്റെ രണ്ട് സൈഡിലേക്കൂടെയും വരും. അപ്പോൾ രണ്ട് സൈഡിലേക്കൂടെയും വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ട്വൈസ് ഓഫ് 1 + 1.5. ഓക്കെ, ദിസ് ഈസ് 1 മീറ്റർ ആൻഡ് ദിസ് ഈസ് 1.5 മീറ്റർ. രണ്ട് സൈഡിലും വരുന്നുണ്ട് ട്വൈസ് ഓഫ് 1 + 1.5 മീറ്റർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5 മീറ്റർ. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ട റിക്വയർഡ് ലെങ്ത് ഓഫ് ക്രീപ്പ് 19.36 മീറ്റർ ആണ്. നമ്മുടെ ഇംപെർവിയസ് ഫ്ലോറിൽ 19.36 മീറ്റർ ആയിരിക്കണം. അതിൽ വെർട്ടിക്കൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എത്ര പോയി, 5 meter പോയി. So how much should be the length of horizontal component? So the length of horizontal component should be it should be equal to 19.36 minus 5. So this is equal to 14.36. So you can give a 15 meter length for horizontal impervious flow. So this horizontal distance will be 15 meter. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് തീരുമാനിക്കുന്നത് എത്രയാണ് നമ്മൾ ഈ 15 മീറ്റർ എന്ന് പറയുമ്പോൾ എൻറ്റയർ ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ 15 മീറ്റർ കൊടുക്കാൻ പറ്റില്ലല്ലോ. സി ഹിയർ ഇൻ ദിസ് ഫിഗർ നമ്മൾ ഇവിടെ അപ്സ്ട്രീം സൈഡിൽ D1 കൊടുത്തു, അതേപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ D2 കൊടുത്തു. ഓക്കെ, അത് രണ്ടും കൂടി 5 മീറ്റർ ആണെന്ന് പറഞ്ഞു. റിമൈനിങ് 15 മീറ്റർ ഈ ഹൊറിസോണ്ടൽ ഫ്ലോർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഹൊറിസോണ്ടൽ ഫ്ലോറിൽ നോക്കൂ, ഇവിടെ നമ്മളൊരു ട്രപ്പീസോഡൽ ക്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു പോർഷൻ നമ്മൾ അപ്സ്ട്രീം സൈഡിൽ കൊടുക്കേണ്ടി വരും, കുറച്ചൊരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടിട്ട് ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുക്കണം. ഈ 15 മീറ്ററിൽ എത്രയാണ് നമ്മൾ അപ്സ്ട്രീം സൈഡിൽ കൊടുക്കുന്നത് കണ്ടുപിടിക്കേണ്ടി വരും, അതേപോലെ എത്രയാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ മോർ ഫോക്കസ് ഈസ് ഗിവൺ ഓർ മോർ ഇമ്പോർട്ടൻസ് ഓർ മോർ എംഫസിസ് ഈസ് ഗിവൺ ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ്. സോ ഫസ്റ്റ് നമ്മൾ മിനിമം ഡൗൺ സ്ട്രീം സൈഡിൽ വേണ്ട ഇംപെർവിയസ് ഫ്ലോറിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ 15ൽ സപ്പോസ് ഒരു 8 മീറ്റർ അവിടെ വേണമെന്ന് വെച്ചു, അപ്പോൾ 8 മീറ്റർ അവിടെ കൊടുത്തതിന് ബാക്കിയുള്ളത് എത്രയാണോ അത് എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗിവ് ടു ദി അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിൽ നമ്മൾ അധികം പ്രിഫർ ചെയ്യാത്ത എന്തുകൊണ്ടാണ്, ഹിയർ ഈ weight of the water itself will act against the uplift pressure. അതുകൊണ്ടാണ് നമ്മൾ അപ്സ്ട്രീം സൈഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുക്കുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലാണ് നമുക്ക് ഇത്രത്തോളം വെള്ളത്തിന്റെ ഒരു സ്റ്റോറേജ് ഇവിടെ ഉണ്ടാവില്ല. മേ ബി സംടൈംസ് there will be no water. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴേക്കും അപ്ലിഫ്റ്റ് പ്രഷർ കൂടുതൽ വരാനുള്ള ചാൻസ് എവിടെയാണ്, എപ്പോഴും ടോ എൻഡിൽ അല്ലെങ്കിൽ ടെയിൽ വാട്ടർ എൻഡിലേക്കാണ് വരിക. സോ ഡൗൺ സ്ട്രീം സൈഡിൽ ആദ്യം എത്രയാണ് മിനിമം റിക്വയർഡ് ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ 15ൽ അത്രയും പോർഷൻ നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്സ്ട്രീം സൈഡിലേക്ക് കൊടുക്കുന്നത്. സോ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ വെർട്ടിക്കൽ ലെങ്ത് 5 മീറ്റർ കൊടുത്ത് റിമൈനിങ് 15 മീറ്റർ എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. സോ 15 മീറ്ററിൽ നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് കൊടുക്കാനുള്ള എത്ര ലെങ്ത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓൾറെഡി ഗിവൺ ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ഇക്വേഷനിലുള്ള വാല്യൂസ് ഒക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇത് എവിടെ നിന്ന് വന്നു 1.2 എന്ന് ചോദിക്കരുത്, ഇത് ഇക്വേഷനിൽ തന്നെ ഉള്ള കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പൊ ഈ വാല്യൂ അതുപോലെ തന്നെ എടുക്കുക. ദ ഓൺലി വാല്യൂ വാട്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ D ആൻഡ് HL. എന്താണ് ക്യാപിറ്റൽ D എന്ന് നമുക്കറിയാലോ, ആസ് പെർ ഫിഗർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഫിഗറിൽ ക്യാപിറ്റൽ D ഏതാണെന്ന്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ഫ്ലോർ കിട്ടും. അപ്പൊ LD ഈക്വൽ ടു ട്വൈസ് ഓഫ് D plus 1.2 plus HL. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എടുക്കുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ LD ഈസ് ഈക്വൽ ടു
2 into, what is D? D is 1.8 plus 1.2, this 1.2 എന്നുള്ള വാല്യൂ ആ കോൺസ്റ്റന്റ് വാല്യൂ അങ്ങനെ തന്നെ എടുത്തേക്കുക കേട്ടോ. പ്ലസ് ഹെഡ് ലോസ് is 1.5 മീറ്റർ. നമ്മൾ ഹെഡ് ലോസും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഹെഡ് ലോസ് സ്റ്റാർട്ടിങ് ഇക്വേഷനിൽ ഹെഡ് ലോസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണെന്ന് ഹെഡ് ലോസ്. സോ ടേക്ക് ദാറ്റ് വാല്യൂ. ഓക്കെ, so this will give you a length of downstream side as 7.5 meter. Okay, so take it, നമ്മൾ 15 മീറ്ററിൽ take it as 8 meter downstream length. Okay, കാരണം കൂടുതൽ ലെങ്ത് നമുക്ക് എപ്പോഴും ഡൗൺസ്ട്രീം സൈഡിലോട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സോ 15 മീറ്ററിൽ നമ്മൾ ഈക്വൽ ലെങ്ത് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, 8 മീറ്റർ ലെങ്ത് ഡൗൺസ്ട്രീം സൈഡിലേക്ക് കൊടുക്കുന്നു. സോ ബാലൻസ് ലെങ്ത്, വാട്ട് എവർ ബാലൻസ് ലെങ്ത്, വാട്ട് ഈസ് ദ ബാലൻസ് ലെങ്ത്? Balance length will be equal to 15 minus 8. ഈ 15 മീറ്ററിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ഫ്ലോറിൽ നമ്മൾ 8 മീറ്റർ ഡൗൺസ്ട്രീം സൈഡിൽ കൊടുക്കുന്നു. സോ റിമൈനിങ് ലെങ്ത് വിൽ ബി ഗിവൺ to the upstream side. Okay, appa upstream side under the crust wall. Okay, under the crust wall. Okay, under and upstream of crust wall we will be providing this 7 meter. Okay, ഇനി ഇത് കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ എത്രയാണ് നമ്മുടെ CPH head എന്ന് കണ്ടുപിടിച്ചു, ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, ഡൗൺസ്ട്രീം കട്ട് ഓഫ് നമ്മൾ എത്രയാണ് അസ്യൂം ചെയ്യുന്നത്, അതേസമയം അപ്സ്ട്രീം കട്ട് ഓഫ് എത്രയാണ് അസ്യൂം ചെയ്യുന്നത്, ഇത് രണ്ടും കണ്ടുപിടിച്ചു. വെർട്ടിക്കൽ ലെങ്ത് ഓഫ് ക്രീപ്പ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാണ് കണ്ടുപിടിച്ചു. ഈ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ തന്നെ എത്ര നമുക്ക് ഡൗൺസ്ട്രീം സൈഡിൽ കൊടുക്കണം, എത്ര നമുക്ക് അപ്സ്ട്രീം സൈഡിൽ കൊടുക്കണം എന്നും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് thickness. ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. ആ 4 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ സ്റ്റെപ്പ് 4ൽ ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക, കാൽക്കുലേഷൻ ഫോർ അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് thickness. ആ സബ് ഹെഡിങ്ങിന്റെ അകത്താണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാൻ. ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 7 മീറ്റർ അപ്സ്ട്രീമിലുള്ള ലെങ്ത് ഓഫ് ഫ്ലോർ ആണ്, പ്ലസ് ആ 7 മീറ്റർ അതേ സൈഡിൽ തന്നെ നമുക്ക് 1 മീറ്റർ ഡൗൺസ്ട്രീം അപ്സ്ട്രീം കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ 1 മീറ്റർ വെർട്ടിക്കൽ ഫ്ലോ രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് 2 into 1 പ്ലസ് ഡൗൺസ്ട്രീം ലെങ്ത് ഓഫ് ഫ്ലോർ നമ്മൾ 8 മീറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ഡൗൺസ്ട്രീം കട്ട് ഓഫ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു 2 into 1.5. അല്ലെങ്കിൽ ഇതിന് എന്ത് പറയാം, 8 plus 7 15 plus 2 into 1 plus 1.5 ആണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് 20 meter will be the length of creep. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെക്കാട്ടി കൂടുതലായിട്ടാണ് നമ്മളിവിടെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ഫ്ലോർ തിക്നെസ് വഴി ഫ്ലോർ ലെങ്ത് വഴി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ 4 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടുത്തെ അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് തിക്നെസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. So the first point is the uplift pressure under upstream flow will be counterbalanced by the weight of water and hence no thickness is required. Okay, the uplift pressure under upstream flow is counterbalanced by the weight of the water. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എവിടെയാണ് കൂടുതൽ ലെങ്ത് കൊടുക്കേണ്ടത് ഡൗൺസ്ട്രീം സൈഡിലാണ്. കാരണം അപ്സ്ട്രീം സൈഡിൽ വാട്ട് എവർ അപ്ലിഫ്റ്റ് പ്രഷർ ഇസ് there inside or that region that will be counterbalanced by the weight of the water. അതായത് കൂടുതൽ വാട്ടർ ഒരു റിസർവോയർ പോലെ നമ്മുടെ ആ ക്രസ്റ്റ് വാളിന്റെ ഹൈറ്റ് വരെ കൂടുതൽ വാട്ടർ ആ സൈഡിലാണുള്ളത്. അപ്പൊ ആ വാട്ടർ വെയിറ്റ് തന്നെ എന്ത് ചെയ്യും, താഴേന്ന് വരുന്ന പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട്. പക്ഷെ നമുക്കൊരു 7 മീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്സ്ട്രീം ഫ്ലോർ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം വിത്തൗട്ട് മിനിമം തിക്നെസ്, വിത്തൗട്ട് നോ തിക്നെസ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ മിനിമം തിക്നെസ് ഓഫ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മിനിമം തിക്നെസ് ഓഫ് 0.4 മീറ്റർ ഈസ് പ്രൊവൈഡഡ്. അതായത് ആ 7 മീറ്റർ ഫ്ലോർ തിക്നെസ്സിന് നമ്മൾ കൊടുക്കുന്ന 7 മീറ്റർ ഫ്ലോർ ലെങ്ത്തിന് നമ്മൾ കൊടുക്കുന്ന തിക്നെസ് എത്രയാണ്, 0.4 meter. Okay, so a minimum thickness of 0.4 meter is provided for this 7 meter length floor. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് ഇറ്റ്സ് തിക്നെസ്. അതായത് നമ്മുടെ വെയർ സ്ട്രക്ചറിൽ ഓക്കെ, ഈ അപ്സ്ട്രീം സൈഡിലുള്ള ഫ്ലോറിന്റെ 0.7 മീറ്റർ ഫ്ലോറിന്റെ thickness എത്രയാണ്, 0.4 meter ആണ്. Okay, now moving on to the second important point. For other points, the minimum vertical alternate between Blaise hydraulic gradient line and the floor level gives the uplift pressure.
അതായത് നമുക്ക് ഒരു ബ്ലയസ് ഹൈഡ്രോളിക് ലൈൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈനും ഫ്ലോർ ലെവലും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലിഫ്റ്റ് പ്രഷർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാറ്റിക് ഹെഡ് എത്രയാണ് റിമെയിൻ ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ ദാറ്റ് ഓരോ പോയിന്റിലും വേണ്ട തിക്നെസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ സെക്കൻഡ് പോയിന്റിൽ നമുക്ക് അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആ കാൽക്കുലേഷൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്ക് എല്ലാ പോയിന്റ്സ് എടുക്കുന്നതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ അൺബാലൻസ്ഡ് ഷെഡ് എവിടെയാണോ വരുന്നത് ആ ഒരു പോയിന്റ് മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് ക്രീപ്പ് അറിയാം, ക്രീപ്പ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഏത് പോർഷനെ ആയിരിക്കും, ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന പോർഷൻ ആണ് ഈ ഒരു പോർഷൻ, ഡൗൺ സ്ട്രീം 2 ഓഫ് ദി ക്രസ്റ്റ് വൺ. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാലൻസിങ് ഹെഡ് അൺബാലൻസ് ആയിട്ട് വരിക. സോ അത് എത്രയാണ്, ആ മാക്സിമം അൺബാലൻസ് ഹെഡ് എത്രയാണെന്ന് നോക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റിമെയിൻ ചെയ്യുന്ന സ്റ്റാറ്റിക് ഹെഡ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. So the static head will be equal to, or the maximum unbalanced head will be equal to, നമുക്കറിയാം ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണെന്ന്, നമുക്ക് കിട്ടുന്ന ഡി വാല്യൂ, ഡ്രോപ്പ് വാല്യൂ എത്രയാണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.42. ഓക്കെ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൗണ്ടർ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്തൊക്കെയാണോ അത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ദിസ് ഈസ് ഈക്വൽ 2.42 ഇൻറ്റു 1 മൈനസ്, നമുക്ക് മുകളിൽ അപ്സ്ട്രീം സൈഡിൽ 7 മീറ്റർ ഫ്ലോർ ലെങ്ത് ഉണ്ട്, അതേസമയം 1 മീറ്റർ വെർട്ടിക്കൽ കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, ഇതിന് അഗെയിൻസ്റ്റ് നമ്മുടെ കൊടുക്കാൻ പോകുന്ന ടോട്ടൽ ഫ്ലോർ ലെങ്ത്, ക്രീപ്പ് ലെങ്ത് എത്രയാണ്, 20 ആണ്. സോ ഇത് ഇത്രയും നമുക്ക് ഉണ്ട്. ഈ ഇത്രയും ട്രാവൽ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് റിമെയിൻ ചെയ്യുന്ന എത്രയാണോ അതാണ് നമുക്ക് അൺബാലൻസ്ഡ് ഹെഡ് ആയിട്ട് ഇവിടെ കിടക്കുക. പ്ലസ് ഇത് ഇത്രയും നമുക്ക് അൺബാലൻസ്ഡ് ഹെഡ് ആയിട്ട് കിടക്കുന്ന കൂടാതെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് എടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു സിസ്റ്ററിന്റെ ഡെപ്തിൽ അത്രയും പോർഷനിൽ ഒരു വാട്ടറും കൂടി ഉണ്ട് അല്ലേ. ഇൻ അഡീഷൻ ടു ഡി വാല്യൂ വി ഹാവ് ആൻ അഡീഷണൽ എക്സ് വാല്യൂ ആൾസോ. അപ്പോൾ ആ എക്സ് വാല്യൂയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കൂടി, ഈ എക്സ് വാല്യൂ എത്രയാണ്, എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0.31. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റിക് ഹെഡ്, അൺബാലൻസ് സ്റ്റാറ്റിക് ഹെഡ് വിൽ ബി ഈക്വൽ ടു 1.64 മീറ്റർ. അപ്പോൾ ഇത്രയും ഈ 1.64 മീറ്റർ അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്ന ഹെഡാണ്, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അഡീഷണൽ ഹെഡാണ് 1.64 മീറ്റർ ഹെഡ്. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം തിക്നെസ് ഈ ഡൗൺ സ്ട്രീം പോർഷനിൽ കൊടുക്കേണ്ടി വരും അത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദ തിക്നെസ് റിക്വയർഡ് വിൽ ബി ഈക്വൽ ടു unbalanced head or static head divided by specific gravity. You can use the notation rho or capital G minus 1. Okay, so this will be equal to 1.64 divided by specific gravity of concrete, let me take it as 2.24 minus 1. So this will be equal to 1.32 meter. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട തിക്നെസ് എത്രയാണ്, 1.32 meter. So just round it off to provide 1.4 meter thick cement concrete. Okay, overlaid by 0.2 meter brick pitching. So this is what about the second point, how to calculate the maximum unbalanced head, and for that portion what will be the thickness required. Okay, uplift pressure ന്റെ calculation കഴിഞ്ഞു, അതിന്റെ അനുസരിച്ച് എത്രയാണ് ആ ഫ്ലോറിന്റെ thickness കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. Now moving to the third and fourth point. സോ നമ്മൾ ഓൾറെഡി ഈ തിക്നെസ്സിന്റെ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഡൗൺ സ്ട്രീം സൈഡിൽ, ഈ ഡൗൺ സ്ട്രീം സൈഡിലുള്ള തിക്നെസ്, അതായത് നമ്മൾ ഈ അപ്സ്ട്രീം ഫ്ലോർ തിക്നെസ് കണ്ടുപിടിച്ചു, ഈ സിസ്റ്റേണിലുള്ള പോർഷന്റെ ഫ്ലോർ തിക്നെസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡൗൺ സ്ട്രീം ബെഡിന്റെ ഫ്ലോർ തിക്നെസ് ആണ് പറയേണ്ടത്. സോ ഹിയർ അഗെയിൻ നമ്മൾക്ക് മാക്സിമം അപ്ലിഫ്റ്റ് പ്രഷർ വരിക സിസ്റ്റേൺ പോർഷനിലാണ്. റിമൈനിങ് ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. സ്റ്റിൽ അപ്സ്ട്രീമിനെക്കാട്ടും കൂടുതൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പ്രൊവൈഡ് എ മിനിമം തിക്നെസ് ഓഫ് 0.6 മീറ്റർ ഓവർലേഡ് ബൈ 0.2 meter thick brick pitching at the downstream end of the floor. Okay, and നമ്മൾ ഇവിടെയുള്ള പോർഷൻസിന്റെ കുറിച്ച്, അതായത് നമ്മൾ മാക്സിമം എവിടെയാ വരിക, ഇവിടെയുള്ള മാക്സിമം തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളത് പറഞ്ഞില്ല. പക്ഷെ ജനറലി വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ എത്രയാണോ അത് തന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ
if it affects much of our economy or much of our cost, we will calculate at intermediate points also as per the requirements. Okay, so the thickness of the floor at intermediate points may be varied as per the requirements of the uplift pressure. അപ്പോൾ uplift pressure കൂടുതൽ വേരിയേഷൻസ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻസിലേക്ക് പോകും. അതല്ലെങ്കിൽ ജനറൽ വാല്യൂ മാക്സിമം വാല്യൂ തിക്നെസ് അറ്റ് ടോ ആൻഡ് എത്രയാണ് വന്നിരിക്കുന്നത് അത് തന്നെ അങ്ങോട്ട് പ്രിഫർ ചെയ്യും. അത് ഒരുപാട് നമ്മുടെ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്ത് ചെയ്യുള്ളൂ. So these are the main important 4 points. First point was uplift pressure under the upstream flow will be counterbalanced by the weight of the water and hence no thickness is required. Okay, so a minimum thickness of 0.4 meter was given. Then for the other points, minimum vertical coordinate between Bly's hydraulic gradient line and floor level gives the uplift pressure. Based on this, we have calculated the maximum unbalanced head at the toe end of the crust wall. A toe end ലെ crust wall ന്റെ thickness എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 1.32 കിട്ടി. നമ്മൾ അത് ജനറലൈസ് ചെയ്ത് 1.4 meter thick cement concrete കൊടുക്കാന്ന് വിചാരിച്ചു. Then bed stream endൽ downstream endൽ നമ്മൾ 0.6 meter minimum thickness കൊടുത്തു. Intermediate points if it requires, the calculation is done separately. Okay, so these are the 4 important points of calculation of upstream uplift pressure and thickness. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പായ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ എത്രയാണ് ക്രീപ്പ് ലെങ്ത് എന്ന് കണ്ടുപിടിച്ചു, ഡൗൺ സ്ട്രീം കട്ട് ഓഫും അപ്സ്ട്രീം കട്ട് ഓഫും കൊടുത്തതിന് ശേഷം വെർട്ടിക്കൽ ലെങ്ത് ഓഫ് ക്രീപ്പ് കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് കണ്ടുപിടിച്ചു. അത് സ്പ്ലിറ്റ് ചെയ്ത് അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കൊടുത്തു. ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം കറസ്പോണ്ടിങ്ങിൽ ഈ ഓരോ പോർഷനിലും എത്രമാത്രം തിക്നെസ് കൊടുക്കണം എന്നും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒന്ന് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്ല തിയറി വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാണ്ട് നമുക്കത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. കാരണം നമ്മൾ ബ്ലൈസ് തിയറി വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഡൗൺ സ്ട്രീം പിച്ചിങ് എത്ര കൊടുക്കണം തീരുമാനിക്കാനുണ്ട്, ദെൻ ഡൗൺ സ്ട്രീം വിങ്സിന്റെ ഡിസൈനിലേക്ക് കൊടുക്കാനുണ്ട്, ദെൻ എനർജി ഡിസിപ്പേറ്റേഴ്സിന്റെ ഡിസൈൻ ചെയ്യാനുണ്ട്. Then finally we have to move on to the upstream approach and portions എങ്ങനെ ചെയ്യുന്നത് നോക്കാൻ, upstream wings എങ്ങനെ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഇത് ഇത്രയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.